നമസ്കാരം. സലാം കസീറ്റ. സെക്കൻഡ് ഹോം ഇൻകം സ്ട്രാറ്റജിസ്റ്റാണ്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഒരു ഹാപ്പി ആൻഡ് വെൽത്തി റിട്ടയർമെന്റ് ലൈഫ് ലഭിക്കാനായിട്ട് അവരെ സഹായിക്കുക. ഈ ഒരു മിഷനിലാണ് ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഏരിയ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ വിദേശത്തേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന ഒത്തിരി ഏജൻസികളും ഒരുപാട് സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നിർത്തി ഇനി നാട്ടിൽ കൂടാം, ഇങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് ഇവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനോ അത്തരം ഒരു സംവിധാനങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അതിനൊരു സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഞാനിത് പറയുന്നത് ഒത്തിരി പ്രവാസികളുമായിട്ട് നേരിട്ട് സംവദിച്ചിട്ടും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉള്ള ഒരാളാണ് എന്നുള്ള നിലക്കാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ തിരിച്ചറിയാൻ സാധിക്കാതെ പലരും പ്രയാസപ്പെടുന്നത് കാണുന്നുണ്ട്. മുമ്പ് കണ്ട ഒരു ദയനീയമായിട്ടൊരു കാഴ്ച, ഒരുപാട് വർഷം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരാള് ഒരു ATM കൗണ്ടറിന്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ജോലി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഇദ്ദേഹം പ്രവാസിയായിരുന്ന സമയത്ത് ഇദ്ദേഹം പല ആളുകൾക്ക് വേണ്ടിയിട്ടും ഒത്തിരി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ തിരിച്ച് ഒരു ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ് പ്രതീക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടാവുക. അദ്ദേഹം രാത്രി ഉറങ്ങാൻ പോലും സാധിക്കാതെ ഉറക്കം ഒഴിവാക്കിയിട്ട് ആ കിട്ടുന്ന തുച്ഛമായ ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ജോലി ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതല്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ഇല്ലാതെ പോയി എന്നുള്ളതാണല്ലോ. നമ്മൾ വിചാരിക്കും പലർക്കും കഴിവുകളില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എല്ലാ ആളുകളുടെ ഉള്ളിലും അല്ലെങ്കിൽ എല്ലാ ആളുകളുടെ കയ്യിലും എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് കഴിവുണ്ടാകും. അപ്പൊ ആ കഴിവുകൾ കണ്ടെത്തി ആ ഒരു പാഷൻ ഐഡന്റിഫൈ ചെയ്ത് ഇദ്ദേഹത്തിന് കൃത്യമായ ഒരു നിഷ് അല്ലെങ്കിൽ ഒരു മൈക്രോ നിഷ് ഒക്കെ ചൂസ് ചെയ്തുകൊണ്ട് ഒരു മാർഗം അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് എത്ര ഈസി ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു മിഷനിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 10 വർഷങ്ങളോളമായിട്ട് ഈ ഒരു മേഖലയിൽ ഞാൻ പല ആളുകളെയും സഹായിച്ചിട്ടുണ്ട്. അത്തരം നല്ല നല്ല എക്സ്പീരിയൻസ് തന്ന മുഹൂർത്തങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിലവിലും. ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ 1-to-1 ഒക്കെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയ ഈ ഒരു സംവിധാനത്തിലൂടെ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.